തിരുവനന്തപുരം ജില്ലാ ജയിലിൽ റിമാൻഡ് പ്രതി ക്രൂരമർദ്ദനത്തിനിരയായി പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മുൻ ജീവനക്കാരൻ ബിജുവിനാണ് മർദ്ദനമേറ്റത്. ബിജുവിനെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, എന്താണ് ജയിലിൽ സംഭവിച്ചത് എന്നതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? അനുജ, ഈ ബിജു പത്തനംതിട്ട സ്വദേശിയാണ്. പത്തനംതിട്ട സ്വദേശിയായ ബിജുവിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിലവിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം, കഴിഞ്ഞ 13-ന് വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ ആന്തരിക അവയവങ്ങൾക്കടക്കം ഗുരുതരമായ ക്ഷതമേറ്റ നിലയിൽ ജില്ലാ ജയിലിലെ ഉദ്യോഗസ്ഥർ ബിജുവിനെ അവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. 12-ാം തീയതി, അതായത് 12-ാം തീയതിയാണ് പേരൂർക്കട പോലീസ് ബിജുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. സഹപ്രവർത്തകയെ മോശം പെരുമാറ്റം അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്ന പേരിലായിരുന്നു ബിജുവിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ബിജുവിനെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ റിമാൻഡ് പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപത്തുള്ള ജില്ലാ ജയിലിലേക്ക് എത്തിക്കുന്നു. ജില്ലാ ജയിലിൽ 12-ാം തീയതി എത്തിക്കുന്ന റിമാൻഡ് പ്രതിയെ 13-ന് ഈ ജില്ലാ ജയിലിനകത്തുള്ള ഓടയ്ക്കകത്ത് അവശനിലയിൽ കണ്ടെത്തി എന്നാണ് ജില്ലാ ജയിലിലെ ഉദ്യോഗസ്ഥർ നിലവിൽ ആശുപത്രിയിൽ നൽകിയിട്ടുള്ള വിശദീകരണം. മർദ്ദനമേറ്റു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എവിടെ നിന്ന് മർദ്ദനമേറ്റു? ജില്ലാ ജയിലിലാകെ ക്യാമറയുള്ള ഇടങ്ങളാണ് ഉള്ളത്. പക്ഷേ ഈ മെഡിക്കൽ അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയാണ് കോടതിയിൽ നിന്നും ബിജുവിനെ റിമാൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജയിലിൽ എത്തുന്നതിന് മുൻപ് ബിജുവിന് മർദ്ദനമേക്കാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ ജില്ലാ ജയിലിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ തടവ് പ്രതികളോ ആണ് ബിജുവിനെ മർദ്ദിച്ചെന്ന കാര്യം ഏറെ ഉറപ്പാണ്. പക്ഷേ ഇവിടെ ജില്ലാ ജയിലിലെ ഉദ്യോഗസ്ഥർ ആ വിവരം തള്ളുന്നു. പക്ഷേ ജയിലിലെ തടവ് പുള്ളികളാണ് എന്ന രീതിയിൽ അന്വേഷണം നടത്തണമെങ്കിൽ CCTV കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പുറത്തു നിന്ന് പൂജപ്പുര പോലീസാണ് ഇത് സംബന്ധിച്ച കേസ്, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. നിലവിൽ ഈ ബിജുവിൻ എന്തെങ്കിലും തരത്തിൽ ഡോക്ടർമാരോട് മൊഴി നൽകിയിട്ടുണ്ടോ, ആരാണ് മർദ്ദിച്ചതെന്നടക്കം മൊഴി നൽകിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഒപ്പം തന്നെ ബിജുവിനും ചില മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന പൂജപ്പുര പോലീസ് അവിടെ ഈ ജില്ലാ ജയിലിലെത്തി മറ്റ് ക്യാമറകളും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ ബിജുവിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആന്തരിക അവയവങ്ങൾക്കൊക്കെ തന്നെ ഗുരുതരമായ ക്ഷതമേറ്റ പശ്ചാത്തലത്തിലാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ഒപ്പം തന്നെ നിലവിൽ വെന്റിലേറ്ററിലാണ് ബിജു ഉള്ളത്. അനൂജ, തിരുവനന്തപുരം ജില്ലാ ജയിലിലാണ് റിമാൻഡ് പ്രതി ക്രൂരമർദ്ദനത്തിനിരയായി എന്ന വാർത്ത ഇപ്പോൾ അവിടെ നിന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ പ്രതിയുടെ ആരോഗ്യനില അത്യന്തം ഗുരുതരമാണ് എന്ന വിവരം കൂടിയുണ്ട്. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മുൻ ജീവനക്കാരൻ ബിജു എന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. ആരാണ് മർദ്ദിച്ചത് എന്നതിലേക്കൊക്കെ ഇനി അന്വേഷണം പോകേണ്ടതുണ്ട്. ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബിജു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.